വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോയിൽ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഹമാസിന്റെ പിടിയിൽ നിന്നും ഒരു ബന്ദിയെ കൂടി മോചിപ്പിച്ചതായി ഇസ്രായേൽ സേന. തെക്കൻ ഗസയിൽ നിന്നും അതിസങ്കീർണമായ മിലിറ്ററി ഓപ്പറേഷനിലൂടെയാണ് ഖായിദ് ഫർഹാൻ അൽ ഖാദി എന്നയാളെ ഇസ്രായേൽ സേന സ്വതന്ത്രനാക്കിയതെന്നാണ് പറയുന്നത്. ഇസ്രായേൽ സേന സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തുവിട്ടു. ഹോസ്പിറ്റലിലെ വിദഗ്ധമായ പരിശോധനകൾക്ക് ശേഷം ഇസ്രായേൽ സേന പറഞ്ഞത് ഖൈദിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ്. ബന്ദികളുടെ കുടുംബങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഇസ്രായേൽ ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ടവരെ തിരികെ വീട്ടിലെത്തിക്കാൻ. അവരുടെ ആവശ്യം ഗവൺമെന്റ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കണമെന്നാണ്. അതുവഴി ബന്ദികളെ ജീവനോടെ വീട്ടിലെത്തിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ പറയുന്നത് മിലിറ്ററി ഓപ്പറേഷനിലൂടെ മാത്രം മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാനാവില്ലെന്നാണ്. ഇസ്രായേലി സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നത് ഇസ്രായേൽ സൈന്യം സാധ്യമായ എല്ലാ അവസരവും ഉപയോഗിക്കും ബന്ദികളെ തിരികെ എത്തിക്കാൻ എന്നാണ്. ഇനി ഹമാസിന്റെ കയ്യിൽ 108 ബന്ദികൾ കൂടിയുണ്ട്. ആ ബന്ദികളുടെ കുടുംബം അവരുടെ തിരിച്ചുവരവിന്റെ വാർത്ത കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ഇസ്രായേലി ബന്ദികളെ മുഴുവനായും അവരുടെ വീട്ടിൽ എത്തിക്കുന്നത് വരെ ഇസ്രായേലിന് യാതൊരു വിശ്രമവുമില്ലെന്നാണ് ഡാനിയൽ ഹഗാരി പറയുന്നത്. നെതന്യാഹു സത്യത്തിൽ ഇതൊരു വലിയ വാർത്തയാക്കി മറ്റു ബന്ദികളുടെ ബന്ധുക്കളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയാണ്. ഇസ്രായേൽ സേനയുടെ മഹത്തായ ഒരു വിജയമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. നെതന്യാഹുവിന്റെ കണക്കൂട്ടലിൽ ഒരു വെടിനിർത്തലിന്റെ ആവശ്യമേ ഇല്ലെന്നാണ്. ഈ ഇസ്രായേൽ സൈന്യത്തിന് തന്നെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് വെടിനിർത്തലിന് വിഘാതമായി പലപ്പോഴും നെതന്യാഹു പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒക്ടോബർ 7 ശേഷം വിരലിലെണ്ണാവുന്ന ചിലരെ മാത്രമാണ് ഇസ്രായേലി സേനയ്ക്ക് രക്ഷിക്കാനായത്. എന്നാൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ 30ഓളം വരുന്ന അവരുടെ സ്വന്തം ബന്ദികളായ പൗരന്മാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുതന്നെ ഇസ്രായേലിന്റെ റെസ്ക്യൂ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ പാളിച്ചയാണ് കണക്കാക്കുന്നത്. ഇവിടെ ഇസ്രായേലിനേക്കാൾ ശക്തർ ഹമാസ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. ഈ ഒരു കൊച്ചു പ്രദേശത്ത് ഒളിപ്പിച്ചു വെച്ച ബന്ദികളെ ഒരു വർഷമാകാറായിട്ടും കണ്ടെത്താൻ കഴിയാതെ പോയത് ഇസ്രായേലിന്റെ എല്ലാ നിലവാരത്തെയും തകർക്കുന്നതാണ്. ആളുകളെ കൊല്ലാൻ ഏതൊരു ഭീരുവിനും കഴിയും. അതുകൊണ്ട് തന്നെ മുഴുവൻ ഗസക്കാരെ കൊന്നൊടുക്കിയാലും അതിൽ ഇസ്രായേലിന് സന്തോഷിക്കാൻ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതേസമയം ഇന്നലെയും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 40-ലധികം വരുന്ന ഫലസ്തീനികളാണ്. തെക്കൻ ഖാൻ യൂനിസിൽ ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും ചരൽ കുനകളായി മാറ്റപ്പെട്ടു. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പരിക്കുപറ്റിയവരെ അൽ നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗസയിൽ ഇതുവരെ ഏകദേശം 41,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇത്രയും കണക്കുകൾ ഔദ്യോഗിക രേഖയിലുള്ളവർ മാത്രം. തിരിച്ചു കിട്ടാത്തവരും കാണാതായവരും 10,000-ന് മുകളിൽ വരും. അതേസമയം സെൻട്രൽ ഗസയിൽ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിനടുത്ത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ നടന്ന ആക്രമണത്തിൽ 6 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. അതേസമയം ഗസയിൽ വളരെ കുറച്ച് മെഡിക്കൽ സൗകര്യങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അവിടെയാണ് എല്ലാവരെയും ചികിത്സിക്കുന്നതും പലപ്പോഴും പലരും അഭയകേന്ദ്രങ്ങളായി കണ്ടെത്തുന്നതും. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗസയിൽ ഇസ്രായേലി സൈന്യത്തിന്റെ ഇവാക്വേഷൻ ഓർഡർ ലഭിക്കാത്ത പ്രദേശങ്ങൾ 11% മാത്രമേ ഉള്ളൂവെന്നാണ്. അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാരുടെ വെടിവെപ്പിൽ 9 ഫലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബത്ലഹേമിനടുത്തുള്ള വാദി റഹാൽ ഗ്രാമങ്ങളിലെ വീടുകളിൽ കയറിയാണ് ഇസ്രായേലി കുടിയേറ്റക്കാർ ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇസ്രായേലി അനധികൃത താമസക്കാരുടെ ആക്രമണം വ്യാപിച്ചു വരികയാണ് എന്ന അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ റോക്കറ്റുകൾ ഫലസ്തീനികൾക്ക് നേരെ വലിച്ചെറിഞ്ഞും തോക്കുകൾ വെടിയുതിർത്തുമാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. ഇസ്രായേൽ ഗവൺമെന്റിന്റെയും ഇസ്രായേൽ സൈന്യത്തിന്റെയും സമ്മതത്തോടെയാണ് അനധികൃത കുടിയേറ്റക്കാർ ഫലസ്തീനികളെ ആക്രമിക്കുന്നതും നിർദ്ദയം കൊല്ലുന്നതും. ഇസ്രായേലിന് ഫലസ്തീനിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ബോംബിട്ടും മിസൈലുകൾ അയച്ചും ഗസയെ നശിപ്പിക്കുക, കൊന്നൊടുക്കാൻ കഴിയാവുന്നത്ര ഫലസ്തീനികളെ കൊന്നൊടുക്കുക, ബാക്കിയുള്ള ഫലസ്തീനികളെ എല്ലാവിധത്തിലും ദ്രോഹിച്ച് നാടുവിട്ടോടിക്കുക, അവസാനം മരുഭൂമിയായി മാറുന്ന ഗസയെ ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർക്കുക. അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ ഫലസ്തീനികളോട് ആവശ്യപ്പെടുന്നത് നാട് വിട്ടു പോകുവാനാണ്. എന്നാൽ ഫലസ്തീനികൾ പറയുന്നത് അവർക്ക് സ്വന്തം മണ്ണ് വിട്ടു പോകാൻ കഴിയില്ലെന്നാണ്. സെറ്റിലേഴ്സിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടാലും ഞങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോകില്ലെന്നാണ് അവർ പറയുന്നത്. ഇസ്രായേലി സെറ്റിലേഴ്സ് ഇപ്പോൾ കൂട്ടമായാണ് ഫലസ്തീനികളെ ആക്രമിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളായ ഫലസ്തീനികൾക്ക് അവരെ ചേർത്തു തോൽപ്പിക്കാൻ പ്രയാസവുമാണ്. വെസ്റ്റ് ബാങ്കിൽ യുദ്ധം ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ വെസ്റ്റ് ബാങ്കിലെ ടൂബസ് സിറ്റിയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിവരികയാണ്.
അതേസമയം തുൽഖാം സിറ്റിയിൽ ഫലസ്തീൻ ഫൈറ്റേഴ്സ് ഇസ്രായേലി സൈനികരെ നേരിടുന്നത് ശക്തമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇസ്രായേൽ സേന ബുൾഡോസർ ഉപയോഗിച്ച് പാതകൾ നശിപ്പിക്കുകയും പട്ടണത്തിലെ പല ഭാഗങ്ങളിലും ഇസ്രായേലി കവചിത വാഹനങ്ങൾ അതിക്രമിച്ചു കടക്കുകയും ചെയ്തു. തുൽഖർമിലും ജോർദാൻ വാലിയിലും ഫലസ്തീൻ പോരാളികളും ഇസ്രായേലി കവചിത വാഹനങ്ങളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലാണ്. ആദ്യമേ ഫലസ്തീൻ പോരാളികൾ ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്കിലെ തീവ്രമായ മിലിറ്ററി റെയ്ഡിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ ഫലസ്തീൻ പോരാളികൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി വരികയാണ്. മരണഭയമില്ലാത്ത ഒരു ജനതയെയാണ് തോൽപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതുതന്നെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പരാജയമാണ്.